ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റായി വളരെ പെട്ടെന്ന് തന്നെ സിബിൻ മാറിയിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ എന്റർടൈൻമെന്റ് കഴിവ് തന്നെയാണ് അതിന് പിന്നിൽ. ഏതൊരു കാര്യമാണെങ്കിലും വളരെ കോമഡി ആയിട്ട് ഫണ്ണി ആയിട്ട് അവതരിപ്പിക്കാൻ സിബിന് പ്രത്യേകിച്ചൊരു കഴിവ് തന്നെയുണ്ട്. വൈൽഡ് കാർഡായി സിബിൻ വരുന്നത് വരെ ആകെ ഒരു ശോകമൂകമായ ഒരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഹൗസ്. ഇപ്പോഴാണ് ചിരിയും തമാശയും ഒക്കെ വന്നത്. കഴിഞ്ഞ സീസണിൽ നാദ്ര ഉണ്ടായിരുന്നു. നാദ്ര ഭയങ്കര കൗണ്ടർ അടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും കൗണ്ടർ അടിച്ച് എല്ലാവരെയും ചിരിപ്പിച്ച് എല്ലാവരുമായിട്ടും കൂട്ടുകൂടി നടക്കുന്ന ഒരാളായിരുന്നു നാദ്ര. അതുപോലെ ഇപ്പോഴാണ് ഒരു കൗണ്ടറൊക്കെ പറയാനും എല്ലാവരെയും ചിരിപ്പിക്കാനും ബിഗ് ബോസ് എന്ന ഷോയുടെ കറക്റ്റ് ആ ഒരു ഫൺ എലമെന്റ് പുറത്തേക്ക് കൊണ്ടുവരാനും സിബിനെ കൊണ്ടാണ് സാധിച്ചത്. അതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച സിബിനും ജാസ്മിനും കൂടി 2 പ്രാവശ്യം ചെറിയൊരു വഴക്കുണ്ടായി. അതില് ഒന്നാമത്തത് കിച്ചൺ ഏരിയയിൽ നിൽക്കുമ്പോൾ സിബിൻ പറയുന്നുണ്ടായിരുന്നു ജാസ്മിനോട്, വേണ്ട, നീ എനിക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി കണ്ടസ്റ്റന്റിന്റെ മുമ്പിൽ ഞാൻ നെഗറ്റീവ് ആകും, അവര് എന്നെ തഴയും എന്നുള്ള രീതിയിൽ. ജാസ്മിനും അത് ഭയങ്കര സങ്കടമായി. അതായത് ജാസ്മിനെ എല്ലാവർക്കും വെറുപ്പാണ്. അപ്പൊ ജാസ്മിൻ സിബിന് വേണ്ടി പോസിറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ ബാക്കി ആൾക്കാരും കൂടി സിബിനെ വെറുക്കുമെന്നുള്ള രീതിയിലാണ് സിബിൻ പറഞ്ഞത്. അത് ജാസ്മിന് ഭയങ്കര സങ്കടമായി. അതുപോലെ തന്നെ ഡാൻസ് ഇവരെല്ലാരും കൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജാസ്മിൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ എന്തോ ശ്രീധുവിനോട് നിനക്ക് അറിയാവുന്ന പോലെ കളിച്ചാൽ മതി, ഇങ്ങനത്തെ സ്റ്റെപ്പ് ഇട്ടാൽ മതി, അങ്ങനെയൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് സിബിൻ കൂടുതൽ ഓവർ ആക്ട് ചെയ്യേണ്ടെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ജാസ്മിന് ഭയങ്കര സങ്കടം വന്നു കേട്ടോ. ആദ്യത്തെ സംഭവത്തില് സോറി പറയാനൊക്കെ പോയി ജാസ്മിൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്പൊ സിബിൻ ചെന്ന് സോറി പറഞ്ഞപ്പോൾ ജാസ്മിൻ എന്തോ ഒരു പുച്ഛം എക്സ്പ്രഷൻ എന്തോ കാണിച്ചു അത്രേ. അപ്പോൾ ജാസ്മിൻ കാണിച്ച ആ എക്സ്പ്രഷനും ആ ഇതെല്ലാം സിബിൻ എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര കോമഡി ആയിട്ട് അവതരിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്തു. ആ ഒരു എക്സ്പ്രഷനൊക്കെ അതേപോലെ കാണിച്ചു കേട്ടോ. അത് കണ്ട് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ചിരി വന്നു. എല്ലാവരും ഭയങ്കര ഫണ്ണി ആയിട്ട് എടുത്തു ആ ഒരു സംഭവം. അത് പ്രേക്ഷകർക്കും കണ്ടോണ്ടിരുന്നവർക്ക്, ആ എപ്പിസോഡ് കണ്ടോണ്ടിരുന്നവർക്ക് ഒരുപാട് ചിരിക്കാൻ വകുപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ സിബിൻ വന്നു കഴിഞ്ഞാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഒരു ചിരിയൊക്കെ ഉണ്ടായിരിക്കുന്നതെന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം.